ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 121 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹായത്തിനായി നിലവിളിക്കുന്ന ഒരു ഭക്തനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പലപ്പോഴും നാം ഓരോരുത്തരും മറ്റുള്ളവരോട് സഹായങ്ങൾ ചോദിക്കാറുണ്ട്. എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന്. പലപ്പോഴും നമ്മെ സഹായിക്കാൻ നമ്മുടെ കുടുംബക്കാർക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കൾക്കോ നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. നമ്മെ സഹായിക്കുമായിരിക്കും. മറ്റുള്ള നമ്മെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ ആരും നമ്മെ സഹായിക്കുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇവിടെ സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒരു ചോദ്യചിഹ്നം കൊടുത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് എനിക്ക് സഹായം വരുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സങ്കീർത്തന പശ്ചാത്തലം ഒന്ന് പഠിക്കുകയാണെങ്കിൽ, ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം യെരൂശലേമിലേക്ക് എത്തിയപ്പോൾ അവർ കാണുന്നൊരു കാഴ്ചയാണ്. ചുറ്റിനും പർവ്വത നിരകളാണ് കാണാൻ സാധിക്കുന്നത്. പ്രവാസത്തിൽ നിന്ന് അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് അവർ മടങ്ങി വന്നപ്പോൾ, ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ, യെരൂശലേമിലേക്ക് വന്നപ്പോൾ അവരവിടെ കാണുന്ന കാഴ്ച എന്താ? ചുറ്റിനും പർവ്വതങ്ങൾ. അവിടെ ഒരു സഹായമില്ല, ആരെയൊന്നും സഹായമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആരും നമ്മെ സഹായിക്കാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ അവിടെ വന്നപ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ല. ചുറ്റിനും പർവ്വതങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ല, താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക, മറ്റുള്ളവരോട് സഹായം ചോദിച്ചിരിക്കാം. പക്ഷെ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് നമുക്ക് സഹായം വരുന്നത്. അല്ലാതെ ആർക്കും നമ്മെ സഹായിക്കാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ 3 വാക്യത്തിൽ വായിക്കുന്നു, നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ദൈവം നിനക്ക് സഹായകനായി ഉണ്ടെങ്കിൽ ഒരു അപകടവും നിനക്ക് ഭവിക്കുകയില്ല. നിൻ്റെ കാൽ വഴുതുവാനോ നീ വീഴുവാനോ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവൻ്റെ കാൽ വഴുതുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. അവിടെ വായിക്കുന്നു, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഭാരങ്ങളും പ്രയാസങ്ങളും കണ്ട് പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ദൈവമേ അങ്ങ് കേൾക്കാത്തത്? 10 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് മറഞ്ഞു കളയുന്നതെന്ത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, കർത്താവെ അങ്ങ് കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഒരിക്കൽ നമ്മളെ വിഷയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ ദൈവം കാണാതിരിക്കുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നമ്മുടെ വിളി എത്രത്തോളമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നത് എത്രത്തോളമാണെന്ന് ദൈവത്തിന് അറിയണം. അതുകൊണ്ട് ദൈവം ഉറക്കം നടിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് പടകിൽ കിടന്നുറങ്ങിയപ്പോൾ ശിഷ്യന്മാർ ദൈവത്തോട് നിലവിളിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുകയാണ്, അങ്ങയ്ക്ക് വിചാരമില്ലയോ എന്ന്. അവരുടെ നിലവിളി കേട്ടു കർത്താവ് എണീറ്റു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ നാം ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളി ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മെ സഹായിക്കാതിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. നമ്മെ സഹായിക്കാൻ ദൈവം സർവശക്തനാണ്.
അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവം നമ്മുടെ സഹായകനായി കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും നമുക്ക് ഫലിക്കയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരെങ്കിലും ഇപ്പോൾ വിഷമത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിന്നെ സഹായിക്കാനും ദൈവം സർവശക്തനാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. യഹോവ ഒരു ദോഷവും നമ്മുടെ ജീവിതത്തിൽ വരുത്തുകയില്ല, ഒരു ദോഷവും നമുക്കുണ്ടാകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.